ചരിത്രത്തിന് തുല്യതയില്ലാത്ത രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനം നടത്തി വളരെ അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു സന്നദ്ധ സേവനയുടെ ആളുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന വൈറ്റ് ഗാർഡ്. നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് തൻ്റെ യുവത്വം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ എൻ്റെ യുവത്വവും എൻ്റെ സമയവും ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിലും അവിടെ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകളോട് കൂടെയും മരണപ്പെട്ടവരെ ഖബറിൽ കൊണ്ടുവെക്കുന്നതിലും മറ്റുള്ള പ്രവൃത്തിയിലുമൊക്കെ അവരുടെ കണ്ണീരൊപ്പുന്നതിലും മുമ്പന്തിയിൽ നിൽക്കുന്ന ആളായി പ്രവർത്തിച്ചിരുന്നു എന്ന് ഈ ഇരിക്കുന്ന വൈറ്റ് ഗാർഡിലെ ഓരോ അംഗങ്ങൾക്കും പറയാൻ സാധിക്കും. നേരത്തെ തങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാപ്തമാക്കുന്നതിൽ ബഹുമാനപ്പെട്ട സെയ്ദ് മുനവ്വർ ശിഹാബ് ഫിറോസുമൊക്കെ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ഈ രീതിയിലേക്ക് എത്തുന്നത്. ഒരു ചുമതലയേറ്റതിൻ്റെ പേരിൽ ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും നിമിഷം വിളിച്ചു ചോദിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നമുക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. വയനാട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതി അവസാനിപ്പിക്കുകയാണ്. വയനാട്ടിൽ വൈറ്റ് ഗാർഡിന് വേണ്ടി നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ താമസം ഒരുക്കി തന്നത് ബഹുമാനപ്പെട്ട നെയ്യം എന്ന് പറഞ്ഞ മുൻ തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി നെയ്യമായിരുന്നു. യൂത്ത് ലീഗിൻ്റെ നെയ്മ് ഒരു മടിയും കൂടാതെയാണ് തൻ്റെ എല്ലാ താമസ സ്ഥലവും വൈറ്റ് ഗാർഡിന് വേണ്ടി ഒരുക്കി തന്നത്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എല്ലാ വൈറ്റ് ഗാർഡ് അംഗങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നേതാക്കൾ വയനാട്ടിലുള്ള മുഹമ്മദ് ഖാനെ റസാഖാനെ പോലെയുള്ള ആളുകളൊക്കെ വയനാട് ജില്ലാ പ്രസിഡന്റ് നവാസും ഫസലുമൊക്കെ അവിടുത്തെ ക്യാപ്റ്റൻ ഷുക്കൂർ അടക്കമുള്ള ആളുകളൊക്കെ സിറാജിൻ്റെയും സെയ്ദിൻ്റെയും ഷഫീഖിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ലൈനപ്പാക്കും എല്ലാവരെയും 6 മണിക്ക് ലൈനപ്പാക്കിയിട്ട് 8 ബാച്ചുകളായി തിരിച്ചുകൊണ്ട് അവർ ഓരോ ഭാഗത്തേക്ക് അയക്കും. ഓരോ ഭാഗത്തേക്ക് അയക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളുണ്ടാവും, ക്യാമ്പിൽ പോകുന്ന ആളുകളുണ്ടാവും, ഖബർ കുഴിക്കാൻ പോകുന്ന ആളുകളുണ്ടാവും. ഖബർ കുഴിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയറാക്കി മറമാടുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ തെരച്ചിലിന് പോകുന്ന ആളുകളുണ്ടാവും. ഈ പോകുന്ന ആളുകളൊക്കെ രാത്രി വളരെ ക്ഷീണം പിടിച്ച് സമയത്താണ് എത്താറുള്ളത്. പക്ഷേ രാവിലെ ലൈനപ്പിന് അവർ കറക്റ്റ് എത്തുകയും ചിലപ്പോൾ ചിലവർക്കൊക്കെ ഒരു ടീഷർട്ടാണ് ഉണ്ടാവാറ്, ഒറ്റ ടീഷർട്ട്. രാത്രി എത്തിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ തിരുമ്മി അലക്കി രാവിലെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഉണങ്ങണമെന്നില്ല, ആ പച്ചയായ ടീഷർട്ട് ഇട്ടാണ് പലരും ഇറങ്ങാറ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഓരോ മേഖലയിലും അവർ എത്തിപ്പെടുകയും എല്ലാ സംഗതികൾക്കും ഒരു മടിയും കൂടാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചപ്പോൾ ഞങ്ങൾ ഓരോ സന്നദ്ധ സേവന സംഘങ്ങളും അവിടെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ 2 ക്യാമറാമാരും 2 ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ടായിരുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മളാളുകളൊക്കെ അത് പറയാൻ തുടങ്ങിയത്. പക്ഷെ നമ്മളെ ക്യാമറ അള്ളാഹുവിൻ്റെ ക്യാമറയായിരുന്നു. ആ ക്യാമറയിൽ നമ്മൾ വ്യക്തമായി പതിഞ്ഞതിൻ്റെ ഒരു അള്ളാഹു തന്ന ഒരു പരിഗണനയാണ് നമ്മളെ വാനോളം ഉയർത്തിയത്. അവരൊക്കെ പല രീതിയിലും പ്രചരണങ്ങൾ നടത്തിയത്. പക്ഷെ നമ്മളാളുകൾ ഓരോ രീതിയിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്തത്. ചില സമയത്ത് ഖബർ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 10-20 ദിവസം കഴിഞ്ഞ് ആ മയ്യത്തുകൾ കൊണ്ടുവരുമ്പോൾ
വൈറ്റ് ഗാർഡിൻ്റെ സാധാരണ ആളുകൾ ഒരു ഗ്ലൗസും ഒരു മാസ്കും വെച്ച് ആ ഖബറിൽ ഇങ്ങനെ ഈ മയ്യത്ത് മേടിക്കുമ്പോൾ അത് മേടിച്ചു കഴിഞ്ഞാൽ ആ പൊതിഞ്ഞ ഒരു പ്ലാസ്റ്റിക് പേപ്പറുണ്ട്, ഓരോ മയ്യത്തിൻ്റെ ഭാഗങ്ങളും പൊതിഞ്ഞ, അത് പൊട്ടിച്ചിട്ട് ഖബറിലിടുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ കുട്ടികൾ ആ ഖബറിൽ നിൽക്കുമ്പോൾ പല ആളുകളും തിരിച്ചു പോകുമ്പോൾ വൈറ്റ് ഗാർഡിൻ്റെ കുട്ടികൾ ആ സാധനം മേടിച്ച് അത് പൂർണ്ണമായും മറവ് ചെയ്ത് അവർക്ക് ആ തൂണ് വെച്ച് കൊടുത്ത് പോകുന്നത് വരെയാണ് അവിടെ ഉണ്ടാവാറ്. നമ്മളെ വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പലരുടെ വീട്ടിലും അസുഖം പിടിച്ച ആളുകളുണ്ടായിട്ട്. കണ്ണൂരിലെ ഒന്ന് സെയ്ദിൻ്റെ ഉമ്മ വീണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. സെയ്ദ് ഉമ്മാനെ വേറെ ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് 3-4 ദിവസം ഇതിനവിടെ നേതൃത്വം കൊടുക്കാനൊക്കെ അത്രയും ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി മെനക്കെട്ടതൊക്കെ. ഓരോ ആളുകൾക്കും പല വിഷമങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അവിടെ വൈറ്റ് ഗാർഡിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടത്തിയതൊക്കെ. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ അനുഭവം 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാനും സിറാജും സെയ്ദുമൊക്കെ അവിടെ നിൽക്കുമ്പോൾ കൊടുവള്ളിയിലുള്ള ഒരു റോഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ഇന്ന് എൻ്റെ കൂടെ തരാൻ ഒന്ന് പറഞ്ഞയക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങളുടെ കൂടെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഒരു മകള് കുഞ്ഞാറ്റ എന്ന് പറയുന്ന 3 വയസ്സായ കുട്ടി 4 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ വീട് കൊടുവള്ളിയാണ്, പക്ഷെ എൻ്റെ ഭാര്യ വീട് മുണ്ടക്കയത്താണ്. 2 ദിവസം മുമ്പ് എൻ്റെ ഭാര്യയുടെ ഉമ്മ കുട്ടിയെ കൂട്ടി ഭാര്യ വീട്ടിലേക്ക് വന്നതാണ്. അവരെ വീട്ടിൽ കൊണ്ടുപോയതാണ്. പേരക്കുട്ടിയെ കൂട്ടി ഉമ്മാമ വീട്ടിലെത്തിയതാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ ഉമ്മയും ഭാര്യയുടെ വാപ്പയും ഭാര്യയുടെ ആങ്ങളയും ആങ്ങളുടെ ഭാര്യയും അവരെ മക്കളും അങ്ങനെ ആ കുടുംബത്തിലെ 13 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളാകെ ഒരു വല്ലാത്ത സ്ഥിതിയായിപ്പോയി അവൻ്റെ സംസാരം കേട്ടപ്പോൾ. അവൻ പറയുകയാണ്, എൻ്റെ കൂടെ എങ്ങനെയെങ്കിലും തിരയാൻ ആളുകൾ വരണമെന്ന്. ഞങ്ങൾ അന്നത്തെ കുറേ ഭാഗങ്ങൾ ആളെ വെട്ടി കുറച്ചുകൊണ്ട് റൂഫിൻ്റെ കൂടെ തിരയാൻ പോയി. അൽഹംദുലില്ലാ അവനൊരു പ്രതീക്ഷയാണ് മകളെ കിട്ടുക എന്നുള്ളത്. വൈകിട്ടാകുമ്പോഴത്തേനും 4 ദിവസം കഴിഞ്ഞ ആ മകളെ കിട്ടുകയും ആ മയ്യത്ത് അവൻക്ക് അത് ഏറ്റുവാങ്ങുകയും അതിനുശേഷം ഞങ്ങളെ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് ദിവസം സിറാജവരൊക്കെ പോയ സമയത്ത് അവിടെ നടക്കുമ്പോഴൊക്കെ ഓരോ മയ്യത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾക്ക് തലയില്ല, ചില ആളുകൾക്ക് കൈയില്ല, ചില ആളുകൾക്ക് കാലില്ല. അങ്ങനെ ഒരുപാട് മയ്യത്തുകൾ അതൊക്കെ വൈറ്റ് ഗാർഡുകൾ ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു സ്കൂളിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളെ MSFൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കൊണ്ടുപോയി അവരെ ഭയങ്കര ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്ന സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് വേദനകൾ MSFൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി ആ കുട്ടികളേക്ക് ആസ്വദിക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലും ഒരുപാട് മക്കളുണ്ട്, എനിക്കും മക്കളുണ്ട്, വീട്ടിലും പല മക്കളുകളുണ്ട്. പക്ഷെ ആ 10-35 കുട്ടികൾക്ക് ഇടവും വലവും ആരുമില്ല. അവരെ വാപ്പയില്ല, അച്ഛനില്ല, അമ്മയില്ല, അനിയനില്ല, ആരുമില്ല. ഒറ്റപ്പെട്ട ഏതോ ഒരു ലോകത്ത്. ചില കുട്ടികൾക്ക് കയ്യിൽ
അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോട്ടോ നോക്കാൻ പോലും ഫോട്ടോ പോലും ഇല്ല. അവരുടെ ഡ്രസ്സ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെയാണ് നമ്മൾ MSFന്റെ വയനാട് ജില്ലാ കമ്മിറ്റി അവരെ കൊണ്ടുപോയി ആസ്വദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിച്ചത്. അങ്ങനെ ഒരുപാട് വിഷമതകൾ നിറഞ്ഞ ഒരു വലിയ മേഖലയിൽ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അത്രയും ആത്മാർത്ഥമായി പ്രവർത്തിച്ച വൈഗാർഡിൻ്റെ മുഴുവൻ അംഗങ്ങളെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു സാലിഹായി അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു.